മറ്റൊരു ഉപതെരഞ്ഞെടുപ്പിന് കൂടി കർണാടക സാക്ഷ്യം വഹിക്കാൻ പോവുകയാണ്. ഇവിടെ കോൺഗ്രസ് BJP നേർക്കുനേർ പോരാട്ടത്തിലേക്ക് കാര്യങ്ങൾ എത്തി നിൽക്കുന്നുവെന്നതാണ് പുറത്തേക്ക് വരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അനധികൃത ഖനന കേസിൽ ശിക്ഷിക്കപ്പെട്ടതിനെ തുടർന്ന് ജനാർദ്ദൻ റെഡ്ഡിയുടെ MLA സ്ഥാനം നഷ്ടമായതോടെയാണ് ഗംഗാവതി മണ്ഡലത്തിൽ ഒരു ഉപതെരഞ്ഞെടുപ്പിന് കളമൊരുങ്ങിയിരിക്കുന്നത്. ഇവിടെ ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിനൊപ്പം തെരഞ്ഞെടുപ്പ് നടക്കുമെന്നതാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ജാമ്യത്തിലായിരുന്ന ജനാർദ്ദൻ റെഡ്ഡിയെ വിധി വന്നതോടെ വീണ്ടും ഹൈദരാബാദ് ജയിലിലേക്ക് അയച്ചിരിക്കുകയാണ്. BJPയിൽ നിന്നും പുറത്തായതിനാൽ കല്യാൺ രാജ പ്രതിപക്ഷ അഥവാ KRPP എന്ന പ്രാദേശിക പാർട്ടി രൂപീകരിച്ചാണ് റെഡ്ഡി 2023 നിയമസഭാ തെരഞ്ഞെടുപ്പിനെ നേരിട്ടത്. വടക്ക് കിഴക്കൻ കർണാടകയിലെ 20ഓളം മണ്ഡലങ്ങളിൽ അദ്ദേഹം സ്ഥാനാർത്ഥികളെ നിർത്തിയിരുന്നു. ബെല്ലാരി ജില്ലയിൽ പ്രവേശിക്കാൻ അനുവാദമില്ലാത്തതുകൊണ്ടാണ് അദ്ദേഹം കോപ്പൽ ജില്ലയിലെ ഗംഗാവതിയിൽ നിന്നും ജനവിധി തേടിയത്. ആ മണ്ഡലത്തിൽ നിന്നും മാത്രമേ KRPPക്ക് വിജയിക്കാനായുള്ളൂവെങ്കിലും അകറ്റി നിർത്തിയ BJPയെ ഒരു പാഠം പഠിപ്പിക്കുവാൻ റെഡ്ഡിക്ക് സാധിച്ചിട്ടുണ്ട്. BJPക്കെതിരെയും അതുപോലെ കോൺഗ്രസിനെതിരെയും മത്സരിച്ചാണ് ഗംഗാവതിയിൽ ജനാർദ്ദൻ റെഡ്ഡി വിജയിച്ചു കയറിയത്. റെഡ്ഡി 67,791 വോട്ടുകൾ നേടിയപ്പോൾ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായ ഇക്ബാൽ അൻസാരി 57,997 വോട്ടുകൾ പിടിച്ചു. BJP സ്ഥാനാർത്ഥിയായ പാലണ്ണ മുനാവലിക്ക് സമാഹരിക്കാനായത് 29,167 വോട്ടുകൾ മാത്രമാണ്. കഴിഞ്ഞ വർഷം ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടുമുമ്പ് റെഡ്ഡി BJPയിൽ തിരിച്ചെത്തുകയും ചെയ്തു. അദ്ദേഹത്തിൻ്റെ പാർട്ടി BJP ലയിക്കുകയും ചെയ്തിട്ടുണ്ട്. റെഡ്ഡിയുടെ തിരിച്ചുവരവും ആ മേഖലയിലെ ജനാക്രോശ യാത്രയ്ക്കുണ്ടായ വിജയവും BJPക്ക് മുൻകൈ ഉണ്ടാക്കിയിട്ടുണ്ട് എന്നതാണ് സംസ്ഥാന നേതൃത്വം കണക്കുകൂട്ടുന്നത്. എന്നാൽ ജനാർദ്ദൻ റെഡ്ഡി ശിക്ഷിക്കപ്പെട്ട് ജയിലിലായത് BJPക്ക് ക്ഷീണമാകുമെന്ന ഭയവും BJPക്കുണ്ട്. മാത്രമല്ല ഇവിടെ കോൺഗ്രസ് വലിയ പ്രതീക്ഷയിലാണ്. വെറും 8,000 വോട്ടിൻ്റെ വ്യത്യാസം മാത്രമാണ് കോൺഗ്രസിന് ഈ മണ്ഡലത്തിലുള്ളത്. സൗജന്യ വാഗ്ദാനങ്ങൾ നിറവേറ്റിയ ഭരണമികവ് ഗംഗാവതിയിൽ കോൺഗ്രസിനെ തുണക്കുമെന്നതാണ് മുഖ്യമന്ത്രിയായ സിദ്ധരാമയ്യയും അതുപോലെ ഉപമുഖ്യമന്ത്രിയായ DK ശിവകുമാറും കണക്കാക്കുന്നത്. അതോടൊപ്പം തന്നെ BJPക്കെതിരെയുള്ള ഒരു വികാരവും റെഡ്ഡിയുടെ അറസ്റ്റുമെല്ലാം കോൺഗ്രസിൻ്റെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്ന ഒരു കാര്യമാണ്. ജനാർദ്ദൻ റെഡ്ഡിയുടെ ഭാര്യയായ അരുണ BJP സ്ഥാനാർത്ഥി ആയേക്കുമെന്നതാണ് കരുതപ്പെടുന്നത്. കോൺഗ്രസ് സ്ഥാനാർത്ഥിയെക്കുറിച്ച് ഒരു വ്യക്തതയൊന്നും ഇതുവരെയായി വന്നിട്ടില്ല എങ്കിലും DK ശിവകുമാർ തന്നെയായിരിക്കും തെരഞ്ഞെടുപ്പിൻ്റെ ചുക്കാൻ പിടിക്കാൻ പോകുന്നത്. കഴിഞ്ഞ 2 വർഷത്തെ സംസ്ഥാന ഭരണത്തിൻ്റെ ഒരു വിലയിരുത്തൽ ആയിരിക്കും ഈ ഉപതെരഞ്ഞെടുപ്പ് എന്നതുകൊണ്ട് തന്നെ കോൺഗ്രസിനെ സംബന്ധിച്ച് ഗംഗാവതിയിൽ ജയം ഒരു അനിവാര്യ ഘടകം തന്നെയാണ്.